പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ ഇപ്പോൾ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ളൊരു എന്താണ് പറയുക, പെട്ടെന്നുള്ളൊരു റിട്ടയർമെന്റ് ആയിരുന്നു. അല്ലെങ്കിൽ റിട്ടയർമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല, എന്താണ് ഒരു വിടവാങ്ങലായിരുന്നു ഈ ജോർദൻ എന്താണ് ക്ലോപ്പിന്റെ. അതായത് ഒരിക്കലും ആരും വിചാരിച്ചില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഫെബ്രിസി റൊമാന്റെ ഒരു പോസ്റ്റ് ഇട്ട് ക്ലോപ്പ് പോവാണ്, ക്ലോപ്പിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ്, ക്ലോപ്പ് ഇനി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മള് ഇപ്പൊ ക്ലോപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാക്കേണ്ടത്, എനിക്കുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞാല് ബാർസലോണായിട്ടുള്ള മാച്ചാണ്. 4-3 ബാർസലോണ കംബാക്ക് എടുത്ത ഒരു മാച്ച് ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ. 3-0 ആദ്യത്തെ മാച്ച് ഫസ്റ്റ് ലെഗിൽ ബാർസലോണ ജയിച്ചു. 4-0 ലിവർപൂള് തിരിച്ചു വന്നിട്ട് അവരെ തിരിച്ചടിക്കുന്ന കളിയുണ്ട്. ആ ഒരു കളി എന്ന് പറഞ്ഞാല് അത്ര ഐക്കോണിക് ആയിട്ടുള്ള കളിയാണ്. അതുപോലത്തെ കളികൾ അതേപോലെ തന്നെ ഒരു വർഷം പ്രീമിയർ ലീഗും അടിച്ചിട്ടുണ്ട് ലിവർപൂൾ. ഇപ്പൊ ഒന്നാമത് ലിവർപൂളിന്ന് നമ്മളിപ്പോ ലിവർപൂൾ എന്ന് ആലോചിക്കുമ്പോഴും കുറച്ച് കാലമായിട്ട് നമ്മൾ ലിവർപൂൾ എന്ന് ആലോചിക്കും മനസ്സിൽ വരുന്ന ഒരു മുഖം എന്ന് പറഞ്ഞാൽ ക്ലോപ്പിന്റെ മുഖമായിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലോപ്പ് പോവാന്ന് പറയുമ്പോൾ ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്പേസ് ആണ്. അത് ശരിയാണ്. എന്തായാലും എന്താണ് ലിവർപൂൾ ഈ ഒരു വർഷം വലിയ പെർഫോമൻസ് ഒന്നും അവരെ ലീഗിൽ അവർ മെച്ചപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ലിവർപൂള് വലിയൊരു ശക്തിയായിരുന്നു. ലിവർപൂളിന് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ലബായിരുന്നു. അത് യൂർഗൻ ക്ലോപ്പിന്റെ കളി എന്ന് പറഞ്ഞാല് കൗണ്ടർ അറ്റാക്കുകളൊക്കെ കൂടുതലും പ്രാധാന്യം നല്ല കളി യൂർഗൻ ക്ലോപ്പ് നല്ല കാഴ്ചവെച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു കോച്ച്, അതായത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ടീമിന്റെ അല്ലെങ്കിൽ ആ ടീമിനെ ഇങ്ങനെ ഒരു ലെവലിൽ എത്തിച്ച ഒരു വലിയൊരു കോച്ച് യൂർഗൻ ക്ലോപ്പ് ആയിക്കോട്ടെ, പെപ് ഗാർഡിയോള പോലുള്ള വലിയ കോച്ചുകളൊക്കെ അവരവരുടെ വലിയ ടീമിൽ നിന്ന് പടിയിറങ്ങാൻ പറയുമ്പോൾ നമുക്ക് ആസ് എ ഫുട്ബോൾ ഫാൻ എല്ലാവർക്കും ഒരു സങ്കടം തന്നെയാണ് ആ ഒരു കാര്യം. പിന്നെ ഇത് തികച്ചും അപ്രതീക്ഷിതമായിട്ട് നടന്നൊരു കാര്യമാണ്. എന്തായാലും ലിവർപൂൾ ഫാൻസിന് ഇതൊരു ദുഃഖ രാത്രിയാണ്, വളരെ വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ്. താങ്ക്സ് ഫോർ എവറിത്തിങ് എന്നാണ് അവർക്ക് ഇപ്പോ യൂർഗൻ ക്ലോപ്പിനോട് അവസാനമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. അതേപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട വാർത്ത എന്ന് പറഞ്ഞാല് ഇപ്പൊ ക്ലോപ്പ് പോണതിന് മുമ്പ് തന്നെ സല, വാൻഡൈക്ക്, അതേപോലെ തന്നെ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്, ഇതുപോലത്തെ 3 പ്ലേയേഴ്സും അവിടുന്ന് പോകുന്നുണ്ട്. അതായത് ഈ ഒരു കോച്ചിന്റെ വിടവാങ്ങലിനോടൊപ്പം ഇവരും പോകുന്നുണ്ടെന്നുള്ള റൂമേഴ്സ് ആണ് ഇപ്പൊ വരുന്നത്. അതേപോലെ തന്നെ വേറൊരു റൂമർ എന്ന് പറഞ്ഞാൽ അതായത് ക്ലോപ്പ് പോയതിന് ശേഷം ക്ലോപ്പ് എത്ര ഒരു വർഷം ക്ലബിൽ നിന്നും കൺട്രിയിൽ നിന്നും ബ്രേക്ക് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഒരു വർഷം ഫുട്ബോളിൽ നിന്ന് ക്ലോപ്പ് ബ്രേക്ക് എടുക്കാൻ പോകുന്ന പറഞ്ഞത്. അപ്പോ എന്താ പറയാ, ഇപ്പൊ ചില ആൾക്കാർക്ക് റൂമർ ഇട്ടുണ്ടായിരുന്നു ക്ലോപ്പ് ഇനി ഡോട്ട്മുണ്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്നൊക്കെ. പക്ഷെ അതൊന്നും എന്തായാലും ഒരു വർഷത്തിൽ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലോപ്പിന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗാർഡിയോള അതിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാല് ഹി വാസ് ദ ബെസ്റ്റ് റൈവൽ ഐ ഹാഡ് ഇൻ മൈ ലൈഫ്. ഹി വാസ് എ നൈറ്റ് മെയർ, ഐ വിൽ സ്ലീപ് ബെറ്റർ മോർ. അതായത് എന്താണ്, ക്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് മെയർ ആയിരുന്നു ഇത്രയും വർഷം എനിക്ക്. പക്ഷെ എന്താണ് പറയാ, ക്ലോപ്പ് പോയോട് കൂടി ഇനി എനിക്ക് എന്ത് ചെയ്യാ, ഇനി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാന്നുള്ളത്. ലിവർപൂളിന് മുമ്പുള്ള മാച്ചുകൾക്ക് നമുക്ക് ഉറക്കം കൂടുതൽ നന്നായിട്ട് കിട്ടുന്നുള്ളത്. കാരണം എല്ലാ ടീമിനും ക്ലോപ്പ് എന്ന് പറഞ്ഞ ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷെ ഇപ്പോ ലിവർപൂളിന് ആ ഒരു പേടി സ്വപ്നം ഇല്ലാണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്ലോപ്പിന്റെ ഒരു വിവരം എന്ന് പറഞ്ഞാല് ക്ലോപ്പ് പുതിയൊരു ഡീല് സൈൻ ചെയ്യാൻ പോകുന്നതാണ് ക്ലോപ്പ് ഇപ്പോൾ പറഞ്ഞത്. ക്ലോപ്പ് ഇനിയും ചിലപ്പോ ഒരു വർഷമായിട്ട് ഉണ്ടോ തോന്നുന്നു കോൺട്രാക്ട് ക്ലോപ്പിന്, അല്ല അപ്പൊ ഗാർഡിയോളക്ക്. ഇപ്പൊ ഗാർഡിയോള ഇനി പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാണ്. 2 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഗാർഡിയോളക്ക് തോന്നുന്നു ഇപ്പൊ അടുത്തൊന്നും ഓനെ മിക്കവാറും വിരമിക്കുണ്ടാവില്ല. അത് ശരിയാണ്. ഗാർഡിയോളക്ക് ഇനി എതിരാളികളില്ലല്ലോ. ഇനി പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും നിറഞ്ഞു കാണാം. ഇപ്പോ പ്രീമിയർ ലീഗ് ഓൾറെഡി അവർ സ്വന്താക്കാൻ നല്ല സാധ്യതയുണ്ട്. ചാമ്പ്യൻസ് ലീഗിലാകുമ്പോഴാണ് കോമ്പറ്റീഷൻ വരുന്നത്. കാരണം എന്താ, റയൽ മാഡ്രിഡ് എപ്പോഴും അവിടെ ഉണ്ട്, അവരാണല്ലോ ചാമ്പ്യൻസ് ലീഗിൽ കിങ്സ്. എന്നാലും കഴിഞ്ഞ വർഷം റയൽ മാഡ്രിഡ് തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ചാമ്പ്യൻസ് ലീഗ് നേടി എന്നവർ പറയിച്ചെങ്കിലും ഒരു വട്ടം അതുപോലെ നേടി. എന്നിട്ട് റയൽ മാഡ്രിഡ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ക്ലോപ്പിന്റെ വിരാമം ഒരു അപ്രതീക്ഷിതവും സങ്കടജനകവുമാണ് ഫുട്ബോൾ ഫാൻസിന്. ഇനി ക്ലോപ്പ് എവിടേക്ക് പോകുന്നുള്ളത് ഫ്യൂച്ചറിൽ കണ്ടറിയാം. നമ്മൾ ഫുട്ബോൾ ഫാൻസിനെ അതിലേക്കാണ് ഉറ്റുനോക്കുന്നത്.